Dear friends, welcome to Learn English Grammar with Madhav Mash. നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഹോംവർക്ക് തന്നിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. അതിനു മുമ്പ് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് ആഡ്വർബ് ക്ലോസ് ആണ്, അതായത് ഒരു സബോർഡിനേറ്റ് ക്ലോസ്. അപ്പം ഈ സബോർഡിനേറ്റ് ആഡ്വർബ് ക്ലോസ് എന്ന് കഴിഞ്ഞാൽ ആഡ്വർബിൻ്റെ സബോർഡിനേറ്റ് ക്ലോസ്, ഒരു വാചകത്തിലെ സബോർഡിനേറ്റ് ക്ലോസ് ഒരു ആഡ്വർബിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ആഡ്വർബിയൽ ക്ലോസ് എന്ന് വിളിക്കും. സാധാരണ ആഡ്വർബിയൽ ക്ലോസ് 8-9 തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ആഡ്വർബ് ക്ലോസ് ഓഫ് പ്ലേസ്, 2 പേഴ്സൺ, 2 കണ്ടീഷൻ, 3 റീസൺ, 4 കൺസെഷൻ, റിസൾട്ട്, പർപ്പസ്, കമ്പാരിസൺ, വീട് പറഞ്ഞത് വിട്ടുപോയി, പർപ്പസ്, റിസൾട്ട്. അപ്പം അങ്ങനെ 8-9 തരത്തിലുണ്ട്. ഈ 9 തരത്തിലോ 8 തരത്തിലോ 9 തരത്തിലോ കണ്ടെത്താൻ പറ്റും. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് വാചകങ്ങൾ തന്നിരുന്നു, അത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് അതിലേക്കാണ് ഞാൻ പോകേണ്ടത്. അപ്പോൾ ഈ സബോർഡിനേറ്റ് ക്ലോസുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു വാചകത്തിൽ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടെങ്കിൽ ആ വാചകത്തിന് എന്ത് പേര് വിളിക്കാതെ ഞാൻ പറഞ്ഞത് കോംപ്ലക്സ് സെനൻസോ കോമ്പൗണ്ട് കോംപ്ലക്സ് സെനൻസോ ആണ് ആവുക. സബോർഡിനേറ്റ് ക്ലോസ് ഒരു വാചകത്തിൽ നിർബന്ധമൊന്നുമില്ല, എന്നാൽ മെയിൻ ക്ലോസ് വാചകത്തിൽ നിർബന്ധമാണ്. നമ്മൾ ഒരു എസ് എഴുതുമ്പോൾ ഒരു സിമ്പിൾ സെനൻസ് ഒരു വാചകം എഴുതി, അടുത്തൊരു കോമ്പൗണ്ട് സെനൻസ് എഴുതി, പിന്നെ ഒരു കോംപ്ലക്സ് സെനൻസ് എഴുതി, ഇത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെനൻസ് എഴുതി. ഇപ്പം നമ്മളൊക്കെ മറ്റുള്ളവരുടെ വാചകങ്ങൾ, പുസ്തകത്തിലെ വാചകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇയാൾ ഇതിലെഴുതിയുള്ളത്. കവികളൊക്കെ എഴുതുമ്പോൾ നമ്മൾ കണ്ടില്ലേ, കേക, കളകാഞ്ചി, കാകളി, രൂപകം, അങ്ങനെ ഉപമ, ഉൾപ്രേക്ഷ, തരങ്കിണി, ഇതുപോലെയുള്ള ഒരുപാട് വൃത്തങ്ങളൊക്കെ വെച്ചിട്ട് എഴുതുക. ഇതുപോലെ തന്നെ നമ്മൾ എഴുതിയുണ്ടാക്കുന്ന ഒരു എസ്സേ അതിൽ ഏതെല്ലാം വാചകങ്ങൾ ഉൾക്കൊള്ളണം, അത് സിമ്പിൾ സെനൻസ് എഴുതണോ, കോമ്പൗണ്ട് സെനൻസ് എഴുതണോ, കോമ്പൗണ്ട് കോംപ്ലക്സ് സെനൻസ് എഴുതണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ അതിനനുസരിച്ച് അതിന് ഭംഗിയും കൂടും, നിലവാരവും കൂടും. അപ്പോൾ നമ്മൾ ഈ 5ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ ഉപന്യാസം കൗ ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ, ഇറ്റ് ഗീവ്സ് അസ് മിൽക്ക്, ഇറ്റ് ഹാസ് 4 legs, ഇറ്റ് ഹാസ് 2 ears, അങ്ങനെയുള്ളത് വെച്ചിട്ട് അതൊക്കെ സിമ്പിൾ സെനൻസുകളാണ്. അതൊന്നും ഒരു ഉപന്യാസത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഉപന്യാസം എഴുതുമ്പോൾ ഇങ്ങനെ നല്ല നല്ല കഷ്ണങ്ങൾ കൂട്ടി അതിനെ നല്ലൊരു സാമ്പാർ, നല്ലൊരു അവിയലൊക്കെ ആക്കി മാറ്റണമെങ്കിൽ നല്ല തരം സാമ്പാർ, നല്ല തരം കഷ്ണങ്ങൾ ഒരേ തോതിലാക്കിയിട്ട് വിടണം. ഒരു മുരിയക്കായോ 2 ഇഞ്ചും അങ്ങനെ കയ്പൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെ ആവരുത്. ഒരു പ്രൊപ്പോർഷണലായിരിക്കണം നമ്മൾ അതിന് കഷ്ണങ്ങളും ഇതും കൂട്ടുന്നത്. അങ്ങനെ ആയാലാണ് അതിന് ടേസ്റ്റും ഭംഗി ഉണ്ടാവുക. ആയതുകൊണ്ട് നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കി എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എഴുതിയ വാചകം, ഇനിയിപ്പോൾ അബദ്ധത്തിനൊരു വാചകം എഴുതി വന്നു, എന്നിട്ട് നോക്കുക നമ്മൾ ഏത് വാചകമാണ് ഞാൻ എഴുതിയത്. സാധാരണ ആൾക്കാരെ എഴുതുമ്പോൾ എന്ത് വെച്ചാൽ ഒരു വാചകം എഴുതുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നു, ഒരു കോംപ്ലക്സ് സെനൻസ് എഴുതുകയെന്ന് വെച്ചാൽ കോംപ്ലക്സിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതി വന്നാൽ കോംപ്ലക്സ് ആവും, അല്ലെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇനി എന്തെങ്കിലും അതിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാചകങ്ങൾ നല്ലത് എല്ലാ വാചകങ്ങളും മിക്സ് ചെയ്ത് എഴുതുകയാണ് ഒരു എസ്സേ എഴുതുമ്പോൾ ഏറ്റവും നല്ലത്. ആയതുകൊണ്ട് നിങ്ങൾ വാചകങ്ങൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഒരു വാചകം ആവണമെങ്കിൽ എന്ത് വേണമെന്ന് ഞാൻ പറയാം, മിനിമം ഒരു മെയിൻ ക്ലോസ് വേണം. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസ്. എന്താ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻസ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. 24 ടെൻസുകളുണ്ട്. 12 ആക്റ്റീവ് വോയിസുള്ള ടെൻസും 8 പാസീവ് വോയിസുള്ള ടെൻസും ഉണ്ട്. ആ ടെൻസ് എഴുതി പഠിച്ചാലേ നമുക്ക് പ്രെഡിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഓടിച്ചെന്ന പ്രെഡിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രെഡിക്കേറ്റ് സാധാരണ പൂർണ്ണക്രിയകളെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫിനിറ്റീവ് വെർബുകളാണ്. അപൂർണക്രിയ തന്നെ നോൺ ഫിനിറ്റീവുകളെല്ലാം ഇൻഫിനിറ്റീവുകളാവും. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഇൻഫിനിറ്റീവോ, ബെയർ ഇൻഫിനിറ്റീവോ, ING ഇൻഫിനിറ്റീവോ, പാസ്റ്റ് പാർട്ടിസിപ്പിളോ പ്രസൻറ്റ് പാർട്ടിസിപ്പിളോ ആയിരിക്കാം. ആയതുകൊണ്ട് പൂർണ്ണക്രിയയും തിരിച്ചറിയാൻ ടെൻസ് നല്ലപോലെ പഠിക്കണം. ടെൻസ് ആണ് പഠിപ്പിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബോർഡിലുള്ള വാചകങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്കിനെ കുറിച്ച് ഞാൻ ഓരോന്നായിട്ട് പറയാം. ബോർഡിലേക്ക് നോക്കാം. ഹീസ് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കാണ്.
he is as stupid as he is lazy. അപ്പോൾ he is as stupid, അയാൾ വളരെ വിഡ്ഢിത്തമുള്ളവരാണ്, അതേപോലെ തന്നെ അവൻ അലസനുമാണ്. അപ്പൊ ഇവരെ രണ്ട് തരത്തിലുള്ള താരതമ്യമാണ്. ആയതുകൊണ്ട് തന്നെ ഈ as stupid as, so stupid as, more stupid than ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ add-on clause of comparison ആണ് ഇതിനെ പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, this is a sentence, it belongs to add-on clause of comparison. അപ്പോൾ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉള്ളതുകൊണ്ട് ഇതിൽ ഈസ് ലേസി എന്നുള്ളതുണ്ടല്ലോ, ഈസ് ആസ് സ്റ്റുപ്പിഡ് ആസ് എന്ന് പറഞ്ഞ പോലെ ഈസ് ലേസി ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ആയതുകൊണ്ട് ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് കൂടിയാണ്. ഇനി രണ്ടാമത് ഈ സെറ്റ് സെയിൽ, നമ്മൾ തുഴയുക എന്നർത്ഥം. സെയിൽ എന്ന് പറഞ്ഞാൽ തുഴയുക എന്നാണ്. അപ്പൊ അവൻ തുഴച്ചിൽ ആരംഭിച്ചു. ദോ ദ സ്റ്റോം സ്റ്റാർട്ടഡ്, കൊടുങ്കാറ്റ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൻ ദോമണ എങ്കിലും എന്നർത്ഥം. ആൾദോ എന്ന പോലെ തന്നെ ദോ. ഈ സെറ്റ് സെയിൽ അവൻ സ്റ്റാർട്ടിങ് മെയിൻ ക്ലോസ് ആണ്, ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പൊ കൊടുങ്കാറ്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവൻ തുഴഞ്ഞു പോയി, യാത്ര പുറപ്പെട്ടു. അപ്പൊ ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഈ ക്ലോസ് ആഡ്-ഓൺ ക്ലോസ് ആണ്. ആഡ്-ഓൺ ക്ലോസ് ഓഫ് ദോ എന്നുള്ളതിനെ കാണിക്കുന്നത് കൺസെഷൻ. ആഡ്-ഓൺ ക്ലോസ് ഓഫ് ദോ ആൾദോ ആഡ്-ഓൺ ക്ലോസ് ഓഫ് കൺസെഷൻ ആണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, if I were you, സാധാരണ സബ്ജക്റ്റ് ഇത് അവിടെ ഈ ഐ എന്ന് എഴുതിയില്ല, അതെന്താ if I were you, ഐ കൂടിയാണ് കേട്ടോ. if I were you അതായത് ഞാൻ നീ ആയിരുന്നെങ്കിൽ I would do at once, I would do it at once, I would do it at once, I would do it at once. ഞാൻ അപ്പം തന്നെ ചെയ്യുമായിരുന്നു, അത് മെയിൻ ക്ലോസ്. ഐ വുഡ് ഡു ഇറ്റ് അറ്റ് വൺസ് എന്ന മെയിൻ ക്ലോസ്. ഇത് സബോർഡിനേറ്റ് ക്ലോസ്. ഇത് അൺറിയൽ കണ്ടീഷൻ. സാധാരണ ഏകവചനത്തിലുള്ള സബ്ജക്റ്റ് കഴിഞ്ഞാൽ വേറെ വെക്കല് അൺറിയൽ കണ്ടീഷനാണ്. അതായത് സാധ്യതയില്ല, ഞാൻ നീ ആവാൻ സാധ്യതയില്ലല്ലോ. അത് ഇഫ് ഐ വാസ് യു എന്നല്ല എഴുതിയത്, ഇഫ് ഐ വേർ യു എന്നാണ് എഴുതിയത്. അതുകൊണ്ട് ഇവിടെ വേറെ വരാനുള്ള കാരണം ഇറ്റ് ഈസ് അൺറിയൽ, ഇമാജിനിങ് ആണ്. ഞാൻ നീ ആയിരുന്നെങ്കിൽ ഇഫ് ഐ വേർ യു ഐ വുഡ് ഡു ഇറ്റ് അറ്റ് വൺസ്, ഞാനത് അപ്പം തന്നെ ചെയ്യുമായിരുന്നു. ഇതൊരു ആഡ്-ഓൺ ക്ലോസ് ഓഫ് കണ്ടീഷനാണ്. ഇനി ഈ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാർഡ് എന്നർത്ഥം. ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ സോ ദാറ്റ് ഹി മേ ബിക്കം റിച്ച്. അപ്പൊ ഇവൻ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താ? അവന് പണക്കാരനാവാൻ ആവണം എന്നുള്ളതാണ്. അപ്പൊ സോ ദാറ്റ് കഴിയുന്നത് ആഡ്-ഓൺ ക്ലോസ് ഓഫ് പർപ്പസ്. ഈ കെയിം ഇൻ, അവനകത്തേക്ക് വന്നു. വെൻ ഐ വാസ് ഔട്ട്, ഞാൻ പുറത്ത് പോയപ്പോൾ അവനകത്ത് വന്നു. എപ്പോഴാണ് അവനകത്ത് വന്നത്? ഞാൻ പുറത്ത് പോയപ്പോ. ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. വെന്നാണ് കാണിക്കുന്നത് ആഡ്-ഓൺ ക്ലോസ് ഓഫ് ടൈം ആണ്. ആഡ്-ഓൺ ക്ലോസ് ഓഫ് ടൈം ആണ്. ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ എഴുതി വെച്ചാൽ നിങ്ങൾ നോക്കി പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി വെക്കണം. ആഡ്-ഓൺ ക്ലോസ് ഓഫ് ടൈം ആണ്. ഇനി ഇറ്റ് വാസ് സോ സിമ്പിൾ ദാറ്റ് എ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്താ? ഇറ്റ് വാസ് സോ, വളരെ എളുപ്പമായിരുന്നു. അതിന്റെ റിസൾട്ട് എന്താ? ഒരു കുട്ടിക്ക് പോലും മനസ്സിലാക്കാം. സോ ദാറ്റ് അല്ല, സോ സിമ്പിൾ ദാറ്റ്. അപ്പൊ ഇറ്റ് വാസ് സോ സിമ്പിൾ മെയിൻ ക്ലോസ്. ഇതൊരു ദാറ്റ് സബോർഡിനേറ്റ് ക്ലോസ്. ഇത് ഒരു ആഡ്-ഓൺ ക്ലോസ് ഓഫ് റിസൾട്ടിനെ കാണിക്കുന്ന വാചകമാണ്. സോ ദാറ്റ്. അടുത്തത് ഐ വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ ബിക്കോസ് കാണിക്കുന്ന റീസണാണ്. അപ്പൊ ഞാൻ ഇതുവരെ ആബ്സെന്റ് ആയത് കാരണം എനിക്ക് അസുഖമായിരുന്നു. അപ്പൊ റിസൾട്ടാണ്, സോറി റീസൺ ആണ്. റീസൺ ബിക്കോസ് കാണിക്കുന്നത് റീസൺ, ആഡ്-ഓൺ ക്ലോസ് ഓഫ് റീസൺ. ഈ വാക്ക് ആസ് ദോ അല്ലെങ്കിൽ ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ രണ്ടും തന്നെയാണ്. ആസ് ഇഫ് ഹി വാസ് ഇൽ, വയ്യാത്തവനെ പോലെ, അവൻ നടന്നത് അസുഖമുള്ളവനെ പോലെയാണ് എന്നതുപോലെ കാണിക്കുന്നത് മാനർ, മാനർ രീതിയിൽ ആഡ്-ഓൺ ക്ലോസ് ഓഫ് മാനർ. ഇപ്പൊ 8 തരത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വാചക ഹോംവർക്ക് മുഴുവൻ ഞാൻ പറഞ്ഞു തന്നു. ഇത് നിങ്ങൾ വീട്ടിൽ എഴുതിയിട്ട് അതിന് ബ്രാക്കറ്റിൽ ഉത്തരം എഴുതി വയ്ക്കുക. അപ്പോൾ ഒന്നാമത്തെ വാചകം കമ്പാരിസൺ, രണ്ടാമത്തെ വാചകം കൺസെഷൻ, മൂന്നാമത്തെ വാചകം കണ്ടീഷൻ, നാലാമത്തെ വാചകം പർപ്പസ്, അഞ്ചാമത്തെ വാചകം ടൈമിനെ കാണിക്കുന്ന ആഡ്-ഓൺ ക്ലോസ് ഓഫ് ടൈമാണ്, ആറാമത്തെ വാചകം റിസൾട്ടാണ്. സോ ഡാഷ് ദാറ്റ്. ഏഴാമത്തെ വാചകം റീസണാണ്. എട്ടാമത്തെ വാചകം കൺസെഷനാണ്. സോറി മാനറാണ്. കൺസെഷൻ അല്ല മാനർ.
ദോ അല്ല, ആസ് ദോ എന്നാണ്, ആസ് ഈ ഫോം, മറ്റേ ദോ ആണ്. അപ്പോൾ ഇത് മാനറാണ്, ഏഡോറി ക്ലോസ് ഓഫ് മാനർ. അങ്ങനെ 8 വാചകങ്ങൾ. ഈ വാചകങ്ങൾ നല്ലപോലെ ഒന്ന് എഴുതി പഠിച്ച് ഉറപ്പിക്കുക. ഇതെല്ലാം കോംപ്ലക്സ് സെന്റൻസ് ആണ്, കാരണം ഇത് കണ്ടെയ്ൻസ്, ഈച്ച് സെന്റൻസ് കണ്ടെയ്ൻ 1 മെയിൻ ക്ലോസ് ആൻഡ് 1 സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ 2 ക്ലോസുകളാണ് ഉള്ളത്. വാചകാവാൻ മെയിൻ ക്ലോസ് നിർബന്ധമാണ്. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ആണ്, മറക്കരുത്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയ ഉള്ള വാചകമായി വെർബായിരിക്കണം. പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ ഫിനിറ്റീവ് വെർബ്. നോൺ ഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അപൂർണ്ണക്രിയ. അപൂർണ്ണക്രിയകളെ നമ്മൾ പരിഗണിക്കാറില്ല, കേട്ടില്ലേ? അത് വർക്ക് എന്നുള്ളത് പൂർണ്ണക്രിയ ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ, വർക്കിംഗ് എന്നുള്ളത് അപൂർണ്ണക്രിയയാണ്. ടു വർക്ക് എന്നുള്ളതും അപൂർണ്ണക്രിയയാണ്. കാരണം അതിനെ കണ്ടാൽ വർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റാണ്, വർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റാണ്, വർക്ക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റാണ്. ഹാഡ് വർക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റാണ്. അതേസമയം വർക്കിംഗ് എന്ന് പറഞ്ഞാലോ ടു വർക്ക് എന്ന് പറഞ്ഞാലോ ഒരു ടെൻഷന് പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു അപൂർണ്ണക്രിയയാണ്. അപൂർണ്ണക്രിയ നല്ലപോലെ ടെൻസ് നോക്കി പഠിച്ചാലേ ഈ കോംപ്ലക്സ് സെന്റൻസിലേക്ക് എല്ലാം പറ്റും. നമുക്ക് ഇനി വാചകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടന വാചകത്തിന് 4 പേരിൽ അറിയപ്പെടാം: സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോംപ്ലക്സ്. അതും കൂടി ഇത് പഠിക്കണം. പിന്നെ സെക്ഷൻ മാറി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ പഠിച്ചു വെച്ചാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ സഹായകരമാവും. താങ്ക് യു.